ആദ്യമായി ഞാനും അഡ്വക്കേറ്റ് സുരേഷ് ജിയോടൊപ്പം വത്സലജിനെ ബിജെപിയിൽ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഒരു സംശയവുമില്ല, ഒരു വികസിത പരവൂർ, വികസിത കേരളം, ഈ ലക്ഷ്യം ബിജെപിയും എൻഡിഎയും മുമ്പോട്ട് വയ്ക്കുമ്പോൾ വത്സലജിന്റെ ഏറെ എക്സ്പീരിയൻസും രാഷ്ട്രീയ എക്സ്പീരിയൻസും ഭരണ എക്സ്പീരിയൻസും അതുമെല്ലാം നാടിനും പരവൂരിനും എൻഡിഎയ്ക്കും ഗുണം ചെയ്യും എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഞാൻ ബിജെപി എൻഡിഎയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആദ്യമായി 5.5 മാസം മുമ്പ് നടന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ശബരിമല കൊള്ള 5.5 മാസം കഴിഞ്ഞ് കേരള പോലീസിന്റെ SIT ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആരാണ് ഇതിന് പിന്നിലും? ഉണ്ണികൃഷ്ണൻ പോറ്റിനെ സഹായിച്ചതും പിന്തുണ കൊടുത്തത് ആരായിരുന്നു എന്ന് ഇതുവരെ അവർക്ക് ഒന്നും പറയാനും കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. 5.5 മാസം ശബരിമല എന്ന ഒരു പുണ്യ സ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കൊണ്ടുപോയി. എന്നിട്ട് 5.5 മാസം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യമാണ് ഇന്നും പറയുന്നത്. ഇതൊരു വീഴ്ചയായിരുന്നു, കൊള്ളയായിരുന്നില്ല. MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സെക്രട്ടറി പറഞ്ഞു, ശബരിമല ആ ഇഷ്യൂ എല്ലാം കഴിഞ്ഞല്ലോ. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെയും പറഞ്ഞു, അത് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പറയുന്ന കാര്യമാണ്. ഈ കാര്യം, ഈ ശബരിമല കൊള്ള ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്നതല്ല. ഒക്ടോബർ 3 ഞാൻ ഇവിടെ ഈ ഓഫീസിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഇവര് പോലീസിനെ ദുരുപയോഗിക്കും, കോർട്ട് സിസ്റ്റമിനെ ദുരുപയോഗിക്കും. ഇതിനെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇവരുടെ തന്ത്രവും ശ്രമവും. പക്ഷേ ഞാൻ കൃത്യമായി പറയുന്നു, NDA ഇതിനെ സമ്മതിക്കില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, ഇൻഡൈറ്റ് ചെയ്യുക, പ്രോസിക്യൂട്ട് ചെയ്യുക, അവർ ജയിലിൽ പോണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ CPMും കോൺഗ്രസും അവരുടെ രാഷ്ട്രീയ നാടകം ചെയ്യുമ്പോൾ ഇന്ന് സുപ്രീം കോർട്ട് ചോദിച്ചു ഒരു ചോദ്യം. ഇത് സാധാരണ മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് സുപ്രീം കോടതി ചോദിച്ചു. ശബരിമലയിൽ ഇനി സ്വർണം ഉണ്ടോ? സ്വർണം ബാക്കിയുണ്ടോ അവിടെ? എന്തെല്ലാം കൊള്ള ചെയ്തു, ആരെല്ലാം കൊള്ള ചെയ്തു? ഞങ്ങൾ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസിനോടും CPMനോടും എത്ര അമ്പലങ്ങൾ നിങ്ങൾ കൊള്ള ചെയ്തു? ഇത് കണ്ടുപിടിക്കണ്ടേ? ജനങ്ങൾ ചോദിക്കുന്നു. ശബരിമലയിൽ എന്താണ് ഇനി, അവിടുന്ന് എന്താണ് മിസ്സിംഗ് ഇനി ബാക്കി? ഗുരുവായൂരിൽ എന്തെല്ലാം നിങ്ങൾ ചെയ്തു? മറ്റേ എത്ര അമ്പലത്തിന് ഭൂമി, സ്വർണം പോയിട്ടുണ്ടോ? അപ്പോ ഈ ചോദ്യം സുപ്രീം കോടതി, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നത് ആരോടാണ്? മുഖ്യമന്ത്രിയോടല്ലേ? പ്രതിപക്ഷ പാർട്ടി നേതാവിനോടല്ലേ? ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസും CPMനോടല്ലേ? ശബരിമലയിൽ ഇനി സ്വർണം എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ശകലം പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ശകലം ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ശകലം ഉളുപ്പുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഉത്തരം കൊടുക്കൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്
സമയത്തിൽ ഞങ്ങൾ കൊടുത്തൊരു വാഗ്ദാനം, അതിന് കിട്ടിയ ജനങ്ങളുടെ ഒരു പിന്തുണ വഴിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ഒരു മാൻഡേറ്റ് NDAക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്നു, അദ്ദേഹം ഈ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിച്ചു. 5 കൊല്ലം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, മാറ്റം എന്താണ്, മാറാത്തത് ഇനി മാറും, അതിൽ എന്താണ് മാറ്റം എന്ന് ഞങ്ങൾ കൃത്യമായി അന്ന് മുമ്പിൽ വെച്ചു. ഇന്ന് അതിന്റെ ഭാഗമായി 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം നഗരത്തിന് ഇന്ത്യയുടെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ അതിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ന് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥ്ജിയും അവതരിപ്പിച്ചു. ഞാൻ ആ ബഡ്ജറ്റ് സെഷനിൽ ഇരുന്നു, അവർ പറഞ്ഞതെല്ലാം കേട്ടു. ആദ്യമായി പാർട്ടിന്റെ പേരിലും ഒരു തിരുവനന്തപുരം നിവാസി അതിന്റെ പേരിലും അവരുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരും, VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അവിടെ ഇരിക്കുന്ന 101 കൌൺസിൽ അംഗങ്ങൾക്ക് ഞാൻ ഇന്ന് അഭിനന്ദനങ്ങൾ പറയുന്നു, അവർക്ക് ആശംസകൾ കൊടുക്കുന്നു. ഈ വികസിത തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഈ ആദ്യത്തെ ബഡ്ജറ്റ് ഏറെ നല്ലൊരു ബഡ്ജറ്റാണ്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. വീട്, കുടിവെള്ളം, തെരുവുനായ ശല്യം, ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളായിരുന്നു, മുദ്രാവാക്യമല്ല. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന് അത് കാണിച്ചു കൊടുക്കാൻ അതിന്റെ ഒരു ഉറപ്പ്, തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ പാർട്ടിന്റെ പേരിലും ഇവിടുത്തെ എല്ലാ പ്രവർത്തകരുടെ പേരിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ലീഡർഷിപ്പ്, മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, അവരോടൊപ്പം എല്ലാ അംഗങ്ങളും ഞാൻ ഇന്ന് അഭിനന്ദനങ്ങൾ പറയുന്നു, അവരെ ആശംസിക്കുന്നു. ഇത് മാത്രമേ പറയാനുള്ളൂ.